മോഹൻലാലാണെങ്കിലും ഒരു രക്ഷയില്ല, അടിപൊളി. ഉറപ്പായിട്ടും പഴയ ഒരു ലാലേട്ടൻ്റെ ആക്ടിങ് ഒന്നും കൂടെ കാണാൻ വേണ്ടി പറ്റി കുറേ നാൾക്ക് ശേഷം. അടിപൊളിയാണ്. പറയാം, എമ്പുരാൻ കണ്ടിട്ടും ഓവറോൾ നമ്മൾ ആഘോഷിക്കപ്പെടുമെന്നെങ്കിലും പെടുന്നുണ്ടെങ്കിലും അതൊരു ഒരു 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 എന്താണ് ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉള്ള ഒരു ഒറ്റ സീൻ പോലും എനിക്കതിലുണ്ടെന്ന് തോന്നില്ല. പക്ഷേ ഇത് മോഹൻലാലിൻ്റെ കിടിലൻ കംബാക്ക് തന്നെയായിരുന്നു. ഈ മോഹൻലാലിനാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച മോഹൻലാൽ. ഏതൊരു പ്രേക്ഷകനും ഏതൊരു രീതിയിലും ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്, ഒരു സംശയമില്ല. കണ്ണ് നിറയാനുള്ള സീൻസ് ഉണ്ട്. ഫിലിം മൊത്തത്തിലൊരു ഞാൻ പറയുന്നില്ല, കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. എന്നാലും മോഹൻലാലിൻ്റെ കംബാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നും പറയാനില്ല. അടിപൊളി പടം, ഫാമിലി തന്നെ കാര്യം. നല്ല പടം. ലാലേട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് വില്ലൻ്റെ കാര്യം, പ്രകാശ് വർമ്മയും രണ്ടുപേരും കട്ടയ്ക്കുന്ന പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു ലെവലിൽ കൊണ്ടുവരും, പിന്നെ ഒരു ഹൈപ്പ് അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ. നല്ല എൻഗേജ് പടം. ഈ ലാലേട്ടൻ തന്നെ കാത്തിരുന്നത്. നമുക്ക് ഇങ്ങനത്തെ ലാലേട്ടനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ഫാൻസാക്കി മാറ്റിയത് ഇങ്ങനത്തെ അഭിനയമല്ലേ. അപ്പോൾ ഈ ഒരു ലാലേട്ടൻ വരും നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന ആൾക്കാരെ പോലെ തന്നെയുള്ള എക്സ്പ്രഷൻ നാച്ചുറലാണ് പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയം തോന്നത്തില്ല. നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പുള്ളി ചെയ്യുന്ന എല്ലാം ബിഹേവിയർ ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. നല്ല പടമായിരുന്നു, നല്ല അഭിനയം. ഉറപ്പായിട്ട് ഇതുപോലെ സാധാരണക്കാനായ ലാലേട്ടൻ അതെങ്ങനെ വന്നാലും പുള്ളി ഇങ്ങനെയാണ് നമുക്കിഷ്ടം. നല്ല പടം, പക്ഷെ സങ്കടാവും. ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ അങ്ങനെ വലിയ അഭിനയ മുഹൂർത്തങ്ങളൊന്നും ഇല്ല, വെറും നോർമൽ സാധാരണ സിനിമയാണ്. എടുത്തു പറയത്തൊക്കെ മേക്കിംഗ് ഇപ്പോഴത്തുള്ള ട്രെൻഡിങ് സിനിമകളെ പോലെ തന്നെയാണ്, അല്ലാതെ ഇതിൽ വലിയ പ്രത്യേകതയായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ശരി, ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. മോഹൻലാലിൻ്റെ പഴയ മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവ് പോലെ നല്ലതായിരുന്നു. ഇതാണ് കംബാക്ക് ഓഫ് ലാലേട്ടൻ എന്ന് തോന്നുന്നു. നല്ലായിരുന്നു. മോഹൻലാലിന് നല്ല അഭിനയത്തിനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു മൂവിയായിരുന്നു. നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. എടുത്തു പറയാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫ് തൊട്ട് നമ്മൾ ഫുൾ ത്രൂ ഔട്ട് എൻജോയിങ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് നമുക്ക് റിവെഞ്ചും ഒരു ഒരച്ഛൻ്റെ പ്രതികാരം കൂടുതലൊന്നും പറയാനില്ല. കാര്യം കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നമ്മൾ ഇരുത്തി നമ്മളങ്ങ് ത്രൂ ഔട്ട്. അതെ ഭയങ്കരമായിട്ട് അവസാനത്തെ സീൻ നമുക്ക് അതൊരു എന്താ പറയുക, നമുക്കതിന് ഒരിക്കലും നമുക്കത് ചെയ്ത തെറ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഫുൾ നല്ലതായിരുന്നു, എനിക്കിഷ്ടമായി. നല്ലതായിരുന്നു, നല്ല മൂവി. വൺ ടൈം വാച്ചിന് കൊള്ളാം, നല്ല മൂവി കാണാം. പിന്നെ ലാലേട്ടൻ്റെ ഒരു പഴയ ഒരു ഫീല് നമുക്ക് അതിൽ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഫാമിലിക്ക് പറ്റിയ പടം തന്നെയാണ്, എല്ലാവർക്കും പറ്റിയ പടം തന്നെയാണ്, അടിപൊളി പടം. അത് വളരെ കൂടുതൽ, പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർക്ക്, ഇത്രയും പ്രായവർക്ക് കണ്ണ് നിറയോ എന്തൊക്കെ ഒരു ടെൻഷൻ അടിക്കുകയോ ഒക്കെ ചെയ്തു. കൊള്ളാം. മോഹൻലാൽ നന്നായിട്ടുണ്ട്. അത്ര തന്നെ കിട്ടില്ല, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് സീൻ എല്ലാം സെറ്റായിട്ടുണ്ട്. കാണണം, എല്ലാവരും കാണണം. കിട്ടില്ല, നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. നല്ല സിനിമ, ഫൈറ്റ് സീനൊക്കെ കൊള്ളാം, എടുത്തിട്ട് എല്ലാ രീതിയും കൊള്ളായിരുന്നു. നല്ല അഭിനയമാണ്. അടിപൊളി. മോഹൻലാലിനെ കുറേ നാളിന് ശേഷം ഒരു പഴയ ആ ഒരു മോഹൻലാലിനെ കാണാനൊക്കെ പറ്റി. ആക്ടിങ്, മോഹൻലാലിൻ്റെ ആക്ടിങ് അതെ നൈസായിരുന്നു. കുറച്ച് ദിവസമായിട്ട് മിസ്സായ എന്തോ സാധനം തിരിച്ചിട്ടൊരു ഫീലുണ്ട്. നല്ല മൂവിയാണ്. എല്ലാം ലാലേട്ടൻ്റെ ആക്ടിങ് ഒക്കെ ഹെവി, ഒന്നും പറയാനില്ല. നല്ലതായിട്ടുണ്ട്, നല്ല മൂവി. പിന്നെ ഇത് ലാലേട്ടനെ ഇങ്ങനെ എംപുരനെക്കാട്ടി അടിപൊളിയായിട്ട് കാണുന്നത് ഈ ഒരു മൂവിയിലാണ്. അടിപൊളി, നല്ലതാ. വില്ലൻ പുതിയൊരു ക്യാരക്ടർ, നല്ലതായിരുന്നു. അതെ നല്ലതായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. ലാസ്റ്റ് കുറച്ച് സീൻസ് സെൻഡ് ചെയ്യാണ്. നല്ല മൂവിയായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് പോലെ ഒരു നല്ല ഒരു പുലിമുരുകൻ സ്റ്റൈലിലൊക്കെ ഫൈറ്റൊക്കെ നല്ലതായിരുന്നു. അതെ നല്ല പടം. അടിപൊളി, പൊളിച്ച്. എംപുരനെക്കാട്ടിലും മച്ച് ബെറ്റർ. അടിപൊളി. താങ്ക് യു. മോഹൻലാലിൻ്റെ വലിയൊരു തിരിച്ചുവരവാണ്. മോഹൻലാലിനെ പോലൊരു കലാപ്രതിഭ വീണ്ടും മാറ്റുരച്ചൊരു സിനിമയാണ്. ജനങ്ങൾ ആഗ്രഹിച്ച മോഹൻലാലിനെ കാണാൻ ഈ സിനിമയിൽ കഴിയും. നല്ല പടം, പൈസ ഒട്ടും നഷ്ടമാകില്ല. മറ്റുള്ള പടങ്ങൾ പോലെ അല്ല. സൂപ്പർ.